ഹായ്, നമസ്കാരം. ഞാൻ പ്രേംകുമാർ പത്തനംതിട്ട. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. പത്തനംതിട്ട TK റോഡ്, നമുക്കറിയാം, തിരുവല്ലയിൽ നിന്നും കുമ്പഴ വരെയുള്ള TK റോഡിൻ്റെ സ്ഥിതിയെക്കുറിച്ച് നമ്മളെല്ലാം ബോധവാന്മാരാണ്. എങ്കിലും എനിക്ക് പറയാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഇന്ന് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനിന് വേണ്ടി പത്തനംതിട്ട മുതൽ കുമ്പഴ വരെ റോഡ് മുറിച്ചിട്ട് അവർ പൂർവ്വസ്ഥിതിയിലാക്കാതെ കുറച്ച് പച്ചമണ്ണ് മാത്രം അതിൻ്റെ മണ്ടയിലിട്ട് നികത്തിയതിന് ശേഷം അവർ പോയി. പൂർവ്വസ്ഥിതിയിലാക്കേണ്ടത് PWD ആണ് എന്നിരിക്കെ, കാരണം ഒരു വർക്കിന് അവർ PWDയിൽ വാട്ടർ അതോറിറ്റി പണം കെട്ടിവെച്ചതിന് ശേഷമേ റോഡിൽ പണികൾ ചെയ്യുവാൻ പാടുള്ളൂ എന്ന് നിയമമിരിക്കെ, പണി കഴിഞ്ഞതിന് ശേഷം പൂർവ്വസ്ഥിതി ആക്കേണ്ടതാണ് PWD. നാളിതുവരെയായിട്ട് 30 ദിവസമായി ഈ റോഡ് ഇങ്ങനെ മുറിച്ച് ഇട്ടിട്ട് ഇതുവഴി പോകുന്ന കാൽനട യാത്രക്കാർക്കും അതുപോലെ തന്നെ ടൂ വീലർ, പ്രത്യേകിച്ച് ടൂ വീലർ ഉള്ള ആളുകളാണ് ഈ കുഴിയിൽ വന്ന് മറിഞ്ഞു വീഴുന്നത്. പല ദിവസവും എൻ്റെ കൺമുമ്പിൽ ഞാനത് കാണുവാനിടയായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഒരു പരാതി കൊടുക്കുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് എൻ്റെ പരാതിയാണ്, പരാതി സഹിതമാണ് ഞാൻ കാണിക്കുന്നത്. ഇത് പത്തനംതിട്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസറിലാണ് ഇത് ഞാൻ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിൻ്റെ പടം ഉൾപ്പെടെ ഞാൻ കാണിക്കാം. ഇതാണ് നമ്മളുടെ ആനന്ദ് ഭവൻ ഹോട്ടലിന് മുൻവശം, അതായത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡ് കുഴിച്ചതിന് ശേഷം നികത്താതെ പോയിരിക്കുന്നതാണ് ഈ റോഡ്. രണ്ടാമത് കാണിക്കുന്ന റോഡ് നമ്മളുടെ TK റോഡ് തന്നെയാണ്. ഇത് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മദീന ജംഗ്ഷനാണ്. അതായത് കുലശേഖരപതി കഴിഞ്ഞതിന് ശേഷം പോപ്പുലറിന് അവിടെ കിടക്കുന്ന അവിടെയാണ് കുഴിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് അപ്പുറത്ത് അതിൻ്റെ തന്നെ ഒരു 100 മീറ്റർ അപ്പുറത്ത് മാറി പൈപ്പ് ലൈന് വേണ്ടി കുഴിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇത്. ഇത് നമ്മുടെ കുമ്പഴ സൊസൈറ്റിയിൽ ഭാഗത്ത് കുഴിച്ചിരിക്കുന്നത്. അവിടെയും ഇതേപോലെ തന്നെ അഗാധ ഗർത്തങ്ങളായിരിക്കുകയാണ്. ഇതുവഴിയാണ് പൗരന്മാർ യാത്ര ചെയ്യുന്നത്. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഒരു ശീലവും നിർത്തലാക്കേണ്ടത് ഇവിടുത്തെ അധികാരികൾ കൂടിയാണ് എന്നറിയിക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് ഈ പരാതി കൊടുത്തതിന് ശേഷം എത്രയും പെട്ടെന്ന് ഇത് അധികൃതർ കൃത്യമായ രീതിയിൽ പഴയ സ്ഥിതിയിൽ ആക്കി കൊടുക്കേണ്ടതാണ്. ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ തന്നെ പോകണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഞാൻ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്.